പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, നാരകീയ സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആയിരിക്കുവാനും, ഈ ഓഗസ്റ്റ് മാസത്തില് അമ്മയുടെ മാധ്യസ്ഥത്തില് ഒരുമിച്ച് കൂടി മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവേ, അമ്മ ഞങ്ങളുടെ ജീവിതത്തില് അതിശക്തമായിട്ട് ഇടപെടണമേ. ഞങ്ങളുടെ കുറവുകളില്, പോരായ്മകളില്, ഒറ്റപ്പാടുകളില്, ആവശ്യങ്ങളില്, കാനായിലെ വീട്ടില് കണ്ടറിഞ്ഞ് ഇടപെട്ട പോലെ അമ്മ മാതാവേ, ഈ മക്കളുടെ ജീവിതങ്ങളില് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും, ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും, ഇവിടെ ജീവിത പ്രശ്നങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ചും ഉണ്ണീശോയെ വളർത്തിയതുപോലെ അമ്മ വളർത്തണം. അതിനു വേണ്ടി അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പില് ഞങ്ങളുടെ മക്കൾ പ്രീതിയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് അമ്മ മാതാവിന്റെ മാധ്യസ്ഥം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടു കൂടി നമുക്കായിരിക്കാം. കാരണം നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഈ ദിവസങ്ങളൊക്കെ അമ്മയുടെ കൂടെയാണ്, അമ്മയോട് ചേർന്നാണ്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും ഇടപെടലും അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കും. അമ്മയുടെ മക്കളുടെ ആ ഒരു സ്നേഹവും ഐക്യവും ആ ഒരു കരുണയും പരസ്പര സഹായവും ഒക്കെ പ്രാർത്ഥനയിലും മറ്റെല്ലാത്തിലും നമ്മുടെ ഇടയിലും ഉണ്ടാകട്ടെ, നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ, പ്രത്യേകിച്ചും നമ്മുടെ മക്കളിൽ ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം, ജപമാല ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? അതായത് നമ്മള് ജപമാലയില് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കപ്പെട്ടതിനെ കുറിച്ചും അമ്മയുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ട ദിവ്യ രഹസ്യത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കണം. അവിടെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു കാര്യമാണ്, അമ്മയെ കുറിച്ച് പറയാണ്. രണ്ട് കാര്യങ്ങളെ പറയുന്നത് അച്ഛൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ മാസത്തില് പ്രത്യേകിച്ചും ഒന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ദൈവദൂതൻ മാലാഖയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വചനം ഇതാണ്: ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ രണ്ട് കാര്യങ്ങൾ, ദൈവ കൃപ നിറഞ്ഞവൾ നമ്മുടെ അമ്മ, രണ്ട് കർത്താവ് കൂടെയുള്ളവൾ നമ്മുടെ അമ്മ. ഈ ദിവസങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവചനങ്ങളിലൂടെ അതിശക്തമായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകും. എന്നിട്ട് അമ്മയിൽ നിറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ, അതാണ് അമ്മയുടെ ജീവിതത്തെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാക്കി മാറ്റിയത്. നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ് എല്ലാം അനുഗ്രഹിക്കപ്പെടും. സ്ത്രീകളിൽ, ബിസിനസ്സുകളിൽ, പഠന മേഖലകളിൽ, ജോലി മേഖലകളിൽ, പൗരോഹിത്യത്തിൽ, എല്ലാത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല അങ്ങയുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെടും. ഈ കാര്യം നിറഞ്ഞത് കൊണ്ടാണ്, എന്ത്, ദൈവകൃപ നിറഞ്ഞതുകൊണ്ടും രണ്ട് കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടും എന്ത് സംഭവിച്ചു? അവൾ അനുഗ്രഹിക്കപ്പെട്ടു. അവൾ മാത്രമല്ല, അവളുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ മക്കൾ ഉദരഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അതിന്റെ ഫലങ്ങള്, പഠനം,
അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ജോലി, ഏത് ഉദ്യമങ്ങളും ഫലദായകമാക്കാൻ, അനുഗ്രഹിക്കപ്പെടാൻ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ജപമാല ചൊല്ലുമ്പോ എന്നെ സ്വാധീനിച്ച വലിയൊരു പ്രാർത്ഥനയാണ്, ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, അതുകൊണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളും ദൈവകൃപയിൽ നിറയാൻ, കർത്താവ് കൂടെയുള്ള ജീവിതം ജീവിക്കുവാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തിനു വേണ്ടി അപേക്ഷിക്കണ്ടേ? ദൈവകൃപ നിറഞ്ഞ് കർത്താവിനെ കൂടെ നിർത്തി അനുഗ്രഹിക്കപ്പെട്ട് മക്കളും കുടുംബവും എല്ലാ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ മാതാവേ, ആ കൃപയും ആ ദൈവം സാന്നിധ്യം, ദൈവം കൂടെയുള്ള വാസവും ഞങ്ങൾക്കും എന്നും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തില് വലിയ അത്ഭുതങ്ങളും. ചുമ്മാ ചൊല്ലി തീർക്കാതെ അർത്ഥം മനസ്സിലാക്കി, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, ബാക്കി അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അതുകൊണ്ട് പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ പാപികളാ, ബലഹീനരാ, ദുർബലരാ, രോഗികളാ, ഒത്തിരി കുറവുള്ളവരാ, ഈ ഞങ്ങൾക്ക് വേണ്ടി ദൈവകൃപ ഞങ്ങളിൽ നിറയാൻ, കർത്താവിന്റെ സാന്നിധ്യം കൂടെ നിർത്താൻ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി ആവർത്തിച്ച് ഇത് മനസ്സിൽ കണ്ട് അർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും മക്കൾ. ഇന്റൻഷൻ, ദൈവകൃപ നിറഞ്ഞവൾ, കർത്താവ് കൂടെയുള്ള, അത് കാണുക. അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് ഇതുപോലെ ഞങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എന്ത് വേണം? നമ്മിലും ദൈവകൃപ നിറയണം, നമ്മുടെ മക്കളിലും ദൈവകൃപ നിറയണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഇനി ഓരോ ദിവസവും നമ്മൾ തിരുവചനത്തിലൂടെ കാണും, മനസ്സിലാക്കും, അനുഭവിക്കും. ഈ വലിയ അനുഗ്രഹം നമ്മൾ അനുഭവിച്ച് സ്വന്തമാക്കി നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതം, പഠനം, ജോലി, ബിസിനസ് എല്ലാം അമ്മ അനുഗ്രഹിക്കപ്പെട്ട പോലെ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വലിയ സന്ദേശം കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് ഈ സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്നുകൊണ്ട് അമ്മ മാതാവിന് ശക്തമായ മാധ്യസ്ഥം, ആ കൃപ നിറഞ്ഞ കർത്താവ് കൂടെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആഴത്തിലേക്ക് നയിക്കട്ടെ. കൃപയുടെ ആഴത്തിലേക്ക്, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് അനുഗ്രഹങ്ങള് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഈ ആയുഷ്കാലത്ത് മുഴുവൻ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങൾ എന്താണ്? ദൈവകൃപയാൽ നിറയപ്പെടുക, കർത്താവിനെ കൂടെ നിർത്തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ ദിവസങ്ങളിൽ കുറെ കൃപയുടെ മേഖലകളെ കുറിച്ച് കാണും, കർത്താവ് കൂടെയുള്ള ജീവിതത്തെ കുറിച്ച് കാണും. അത് നമുക്ക് നൽകുന്ന വിടുതല്, സൗഖ്യം, സ്വാതന്ത്ര്യം, ശക്തി, സംരക്ഷണം, കരുത്ത്, ഫലദായകത്വം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അനുഭവിച്ച് സ്വന്തമാക്കി അമ്മയോട് ചേർന്ന് ഇനി അങ്ങോട്ട് പോകും. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നൽകിയ വലിയ ഭാഗ്യമാണ് മക്കളെ. കൃപ നിറഞ്ഞ അമ്മ, കർത്താവ് കൂടെയുള്ള അമ്മ. അമ്മയുണ്ടോ? കർത്താവുണ്ട്. കർത്താവിന്റെ കൂടെ അമ്മയോട് ചേർന്ന് ദിവ്യാനുസരണത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം നമുക്ക് എന്തോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ജപമാല നമുക്കൊന്ന് അർത്ഥം ഒന്ന് ശരിക്കും മനസ്സിലാക്കി ഈ ഒരു അർത്ഥത്തിൽ കൂടി പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് ദിവസമല്ല, സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും നമ്മുടെ മരണം വരെ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഉറപ്പായിട്ടും ഈ കൃപയിലും ഈ സാന്നിധ്യത്തിലും നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. സത്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യേശോയെ, ഞങ്ങൾക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ ദിവ്യകാരുണ്യമായി അങ്ങ് ഞങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കുന്നല്ലോ. അമ്മ മാതാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ ജീവനും കൃപയും അമ്മയ്ക്ക് നിറച്ചു നൽകിക്കൊണ്ട്
അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ആ കൃപയും ജീവനും സ്വന്തമാക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ ഞങ്ങൾ സ്വീകരിക്കുമ്പോ ആ കൃപയുടെ സമൃദ്ധിയാൽ ഞങ്ങളെ നിറച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോ അതിന്റെ ഉത്തമ അനുഭവ സാന്നിധ്യമായി, അഭിഷേക സാന്നിധ്യമായി പരിശുദ്ധ അമ്മയെ അങ്ങ് മാറ്റിയല്ലോ. ദൈവകൃപ നിറഞ്ഞവളായിട്ട് അമ്മ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടു, അമ്മയുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടു. ഇതുപോലെ അങ്ങയുടെ കൃപയാൽ നിറയപ്പെട്ട് ജീവിതം അനുഗ്രഹിക്കപ്പെടാനും ഞങ്ങളുടെ മക്കളും ഉദരഫലം, ജോലിഫലം, വിദ്യാഭ്യാസ ഫലം, പഠനഫലം എല്ലാം അനുഗ്രഹിക്കപ്പെടാനും ഈശോയെ ഇടയാകുമെന്ന് അമ്മയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലോ. ഈശോയെ ആ വലിയ സ്നേഹത്തിലേക്ക്, ആ വലിയ സമ്മാനത്തിലേക്ക്, ആ വലിയ ഭാഗ്യത്തിലേക്ക്, അമ്മ മാതാവിലേക്ക് ഈശോയെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കർത്താവേ, ഈ രണ്ട് ഭാഗ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പോലെ ദൈവകൃപ നിറയപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം. ഈ ദിവസങ്ങളില് ആ വലിയ കൃപാഭിഷേകത്തിലേക്ക്, ആ സാന്നിധ്യത്തിന്റെ ശക്തിയിലേക്ക്, അതിലൂടെയുള്ള അനുഗ്രഹത്തിലേക്ക്, വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, വിജയത്തിലേക്ക് ഈശോയെ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഉദരഫലങ്ങളെ, ഞങ്ങളുടെ അധ്വാന ഫലങ്ങളെ ഈശോയെ അവിടുന്ന് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലകൾ, ഞങ്ങളുടെ ബിസിനസ് മേഖലകൾ, ഞങ്ങളുടെ പഠന മേഖലകൾ, പൗരോഹിത്യ ശുശ്രൂഷ മേഖലകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം. അങ്ങയുടെ കൃപയാൽ നിറച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. വലിയ അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി, വിമോചനമായി, ദൈവിക ശക്തിയായി, ദൈവിക സംരക്ഷണമായി കർത്താവേ അങ്ങയുടെ കൃപയും സാന്നിധ്യവും ഞങ്ങളിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ മക്കളിലും നിറയട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പറയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ജയിലില് കിടക്കുന്ന സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനത്തിനു വേണ്ടി, സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാടും വീടും വിട്ടുപോയ മക്കൾ ഇന്ന് ജയിലിൽ കിടക്കുന്ന വലിയൊരവസ്ഥ നമ്മൾക്ക് നമ്മുടെ കർത്താവിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് അരികിലേക്ക്, ജയിലിലേക്ക് അമ്മ കടന്നു ചെല്ലണം. അമ്മയുടെ സാന്നിധ്യം, അങ്ങയുടെ വലിയ കൃപയുടെ നിറവുള്ള സാന്നിധ്യം ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കുവാൻ ഇടയാക്കണമേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കള് അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ വചനത്തിനു വേണ്ടി, അങ്ങയുടെ സ്നേഹത്തിനു വേണ്ടി പോയ മക്കള് ജയിലിൽ കിടക്കുമ്പോ ഈശോയെ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടണമേ. അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികള്, അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക പാർട്ടികള് ഈശോയെ അങ്ങിടപെടണമേ, അങ്ങിടപെടണമേ. കർത്താവേ, അങ്ങ് യുദ്ധം ഏറ്റെടുക്കണമേ. അങ്ങയുടെ സർവാധിപത്യവും, അങ്ങയുടെ സർവശക്തിയും, അങ്ങയുടെ കൃപയും, അങ്ങയുടെ സാന്നിധ്യവും ഈ കേസിലേക്ക്, ഈ സംഭവത്തിലേക്ക്, ആ ജയിലിലേക്ക്, അധികാരികളിലേക്ക്, അതിന് കാരണമായ വ്യക്തികളിലേക്ക് ഈശോയെ അങ്ങയുടെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ, ഇടപെടലുണ്ടാകട്ടെ. അങ്ങയുടെ വലിയ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരബലം ഇവിടെ പ്രകടമാക്കണം, അങ്ങയുടെ സർവാധിപത്യം ഇവിടെ പ്രകടമാക്കണം, അങ്ങയുടെ സർവശക്തി ഇവിടെ പ്രകടമാക്കണം. എന്നോട് ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ജയിലിലേക്ക്, ആ സിസ്റ്റേഴ്സിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളിലേക്ക്, ആ സിസ്റ്റേഴ്സിനെ തല്ലിയ ആ സ്ത്രീയിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദി സമൂഹങ്ങളിലേക്ക് ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ നിറയട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ, പൈശാചിക ശക്തികൾ തകർക്കപ്പെടട്ടെ. കർത്താവേ, സിസ്റ്റേഴ്സ് എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരാകട്ടെ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയുടെ സമയമാണല്ലോ കർത്താവേ. സഹനങ്ങളും വേദനകളും, ആ വലിയ കൃപകൾ ഈ സഹനത്തിലൂടെ അങ്ങയുടെ മക്കൾ പ്രാപിക്കട്ടെ. അവരിലൂടെ കത്തോലിക്ക സഭ പ്രാപിക്കട്ടെ. അവരുടെ
സന്യാസ സമൂഹങ്ങള് കുടുംബങ്ങൾ അനുഗ്രഹിക്കുവാനും ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, ദൈവകൃപ നിറഞ്ഞ മക്കളായിട്ട് ജീവിക്കാൻ, കർത്താവ് കൂടിയുള്ള മക്കളായി ജീവിക്കാൻ, അതിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും സഭയ്ക്കും എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ലോകം മുഴുവനും ഇടയാകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ആ വലിയ മോചനം ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ കൃപ നിറച്ച്, അങ്ങയുടെ സാന്നിധ്യം നിറച്ച്, അങ്ങയുടെ മക്കളെ, കുടുംബങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കും. മക്കളെ, ദൈവകൃപ നിറയാൻ, കർത്താവിന്റെ സാന്നിധ്യം കൂടെ നിന്ന് അനുഗ്രഹിക്കപ്പെടാൻ ഈ ആശീർവാദത്തിലൂടെ ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറയപ്പെടുമാറാകട്ടെ. അതിലൂടെ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഉദരഫലങ്ങള്, കുടുംബം, ഞങ്ങളുടെ അധ്വാന ഫലങ്ങള്, ഞങ്ങളുടെ മക്കളുടെ പഠനം, ജോലി എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ.